ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ്, സി വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു നിർത്തിയ അറൈസ് വരെയാണ്, പക്ഷേ ഇത് അറൈസ് വെച്ചിട്ടുള്ള അല്ല, വേറൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഞാൻ ചോദിക്കുന്നതായിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഏതെങ്കിലും ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയത്. നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളെ കോഡ് ബ്ലോക്സ് ഐഡി നമുക്ക് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഞാൻ ഹെഡർ ഫയലൊക്കെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഹെഡർ ഫയലൊന്നും എഴുതണ്ട. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കണം. അതായത് ഈ പ്രോഗ്രാം ചെയ്യാൻ ഏതൊക്കെ വേരിയബിൾ വേണമെന്ന് ചോദിക്കണം. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യേണ്ടുള്ള ഒരു നമ്പറിന്റെ ആണ്. അതായത് നമുക്കിപ്പം 5 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ചെയ്യേണ്ടുള്ളൂ. അപ്പം അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുന്നു. അതേപോലെ റേഞ്ച് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുന്നു. ആ റേഞ്ച് എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്ന പറഞ്ഞാൽ എത്ര വരെ കാണണം, അതായത് 1 ഇൻറ്റു മീൻസ് 5ന്റെ ടേബിൾ എവിടം വരെ ഉണ്ട് എന്നറിയാൻ വേണ്ടി. അതായത് നമ്മൾ സാധാരണ ടേബിളൊക്കെ എഴുതുമ്പോൾ 12 വരെയാണ് എഴുതുന്നത്. 5 ഇൻറ്റു 12 = 60, അങ്ങനെ വരെയാണല്ലേ എഴുതി നിർത്തുന്നത്. അപ്പൊ ആ റേഞ്ച് എവിടം വരെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ റേഞ്ച് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ i എന്ന് പറയുന്ന ലൂപ്പ് കൺട്രോളിങ് ചെയ്യാൻ വേണ്ടി ഞാൻ i എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുകയാണ്. അപ്പൊ 3 വേരിയബിൾ മാത്രം മതി നമുക്ക് ചെയ്യാൻ. നമുക്ക് ഇനി പ്രോഗ്രാം എഴുതാം. ആദ്യം തന്നെ നമുക്ക് നമ്പർ റീഡ് ചെയ്തെടുക്കണം. അപ്പൊ നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് എഫ്, നമ്മൾ നേരത്തെ പ്രിന്റ് എഫിനകത്ത് നമ്മൾ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. എൻ്റർ ദ നമ്പർ കൊടുത്തു. ഇനി നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി സ്കാൻ എഫ് കൊടുക്കുന്നു. സ്കാൻ എഫിനകത്ത് %d ഇട്ടിട്ട് %d, ആംപ്രസെന്റ് n എന്ന് പറയുന്ന വേരിയബിളിലേക്ക്. ഇപ്പൊ n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്തോ സ്റ്റോർ ചെയ്ത് വെച്ചു, നമ്മൾ നമ്പറിനെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റേഞ്ചിനെയും കൂടെ റീഡ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിടുകയാണ്. ഫുള്ള് ടൈപ്പ് ചെയ്യാൻ എനിക്ക് മടിയായോണ്ടാണ്. കൺട്രോൾ പേസ്റ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ എൻ്റർ ദ നമ്പർ മാറ്റി ഇവിടെ എൻ്റർ ദ റേഞ്ച് എന്ന് കൊടുക്കുന്നു. നമ്പർ മാറ്റി നമ്മൾ അവിടെ ജസ്റ്റ് റേഞ്ച് എന്ന് കൊടുത്തു. ഇനി നമ്മൾ താഴെ എടുത്തേക്കുന്ന വേരിയബിളിന്റെ നെയിമും കൂടെ അങ്ങ് മാറ്റി കൊടുത്തു. അത് നമ്മൾ റേഞ്ച് എന്ന് പറയുന്ന വേരിയബിൾ അല്ലായിരുന്നു ഇനിഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചത്. അപ്പൊ റേഞ്ച് എന്ന് പറയുന്ന വേരിയബിൾ എടുത്തു. ഓക്കെ ആയി. ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മളെ റീഡിംഗ് പാർട്ട് എല്ലാം കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ഓപ്പറേഷൻസ് നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളെ ഫോർ ലൂപ്പ്, ഞാൻ ഒരു ഫോർ ലൂപ്പ് എടുക്കുകയാണ്. നമ്മളെ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ ലൂപ്പ് കൺട്രോളിംഗ് വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന i എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അപ്പൊ i എന്ന് പറയുന്ന വേരിയബിളിനെ ആദ്യം നമുക്ക് 1 ആക്കി സെറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് 1 തൊട്ട് തുടങ്ങിയാൽ മതി. 1 ഇൻറ്റു 5 എന്ന് പറഞ്ഞ് പോയാൽ മതി. 5ന്റെ കേസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 0 ഇൻറ്റു 5 എന്ന് പറഞ്ഞ് വേണ്ടല്ലോ. അപ്പൊ ഐയുടെ നമുക്ക് 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. i = 1 കൊടുത്തു. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു റേഞ്ച്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റേഞ്ച്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരെ വരണം. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റേഞ്ച് i++. മീൻസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ആദ്യം 1 ആയിരിക്കും. അത് ഇൻക്രിമെന്റ് ആയിട്ട് എവിടെ വരെ വരും, റേഞ്ചിൽ വരെ. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റേഞ്ച് ഇപ്പം 12 ആണെങ്കിൽ ആ 12 വരെ വരും. ഐയുടെ വാല്യൂ 1 തൊട്ട് 12 വരെ വരും. അതാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ഇനി ലൂപ്പിനകത്ത് നമുക്ക് ലൂപ്പിനകത്ത് സമ്മ് പ്രിന്റ് ചെയ്യാണ്. ഞാൻ ഇടയ്ക്കൊരു വേരിയബിളിലേക്ക് വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. പ്രിന്റ് എഫ് %d star %d star %d. അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂലൈൻ വന്നിട്ട്, ന്യൂലൈൻ വേണോ വേണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് നോക്കാം എന്തൊക്കെ വരുമെന്ന്. %d star %d കൊടുത്തപ്പം
അതായത് നമ്മളെ നമ്പറിനെ നമ്മൾ എടുത്തേക്കുന്ന ഫസ്റ്റ് നമ്പർ അല്ല നമ്പർ പിന്നെ അതിന്റെ റേഞ്ച് 1 തൊട്ട് ഇൻക്രിമെന്റ് ആയിട്ട് വരുന്നത്. അപ്പം 1 × 5 എന്ന് നമുക്കിവിടെ കിട്ടി. ഇനി ഈസിക്കൽ ടു കൂടെ വേണമല്ലോ. ശരിയാണ്, ഈസിക്കൽ ടു ഇപ്പൊ നമ്മളെ ഓപ്പറേഷൻസ് മാത്രമേ അതിന്റെ ഇത് നമുക്ക് കിട്ടണ്ടേ, അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണ്ടേ. ആ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഈസിക്കൽ ടു ഇട്ടിട്ട് നമുക്കൊരു പെർസെന്റേജ് ഡിയും കൂടെ കൊടുക്കാം അവിടെ. ഇത് ലാസ്റ്റ് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പെർസെന്റേജ് ഡി ഒക്കെ എന്തിനാ വാരി പറക്കിയിട്ട് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയും കൊടുത്തപ്പം ഇനി ഒരു സ്ലാഷ് എന്നും കൂടെ കൊടുത്തേക്കാം. അപ്പം അടുത്ത സാധനം ന്യൂ ലൈൻ വരാൻ വേണ്ടിയാണ് സ്ലാഷ് എന്ന് കൊടുക്കുന്നത്. സ്ലാഷ് ഒന്നും കിട്ടുന്നില്ല, ആർക്കാവുന്നില്ല. ഓക്കെ, ആ വിട്ടു. ഇനി ഞാൻ ഫസ്റ്റ് വേരിയബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്ന വേരിയബിൾ ആണ്, അല്ലെങ്കിൽ എൻ. ഫസ്റ്റ് വേരിയബിൾ എൻ എന്ന് പറയുന്ന വേരിയബിൾ, സെക്കൻഡ് വേരിയബിൾ ഐ എന്ന് പറയുന്നത്, തേർഡ് എന്ന് പറയുന്നത് ഏതാണ്, ഐ സ്റ്റാർ. ഇനി ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ഒരു പിടുത്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നുള്ളത് എല്ലാവർക്കും ഏകദേശം ഒരു പിടുത്തം എന്ന് വിചാരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വേരിയബിളിന്റെ സ്ഥാനത്ത് നമ്മളെ ഈ ഐ എൻ എന്ന് പറയുന്ന വേരിയബിൾ വരും. സെക്കൻഡ് ഈ കൊടുത്തിരിക്കുന്ന പെർസെന്റേജ് ഡിയുടെ സ്ഥാനത്ത് നമ്മൾ ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ വരും. തേർഡ് ഇവിടെ നമ്മൾ ആ പ്രൊഡക്റ്റ്, ഇത് രണ്ടും കൂടെ എന്തോ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്കൊന്ന് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം ബിൽഡ് ചെയ്യുന്നു, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാം. ബിൽഡ് ചെയ്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു സാധനം ഒന്നിടാൻ മറന്നു പോയിട്ടുണ്ട്. ഇവിടെ ഒരു സെമി കോളൻ ഇടാൻ മറന്നു പോയിട്ടുണ്ട് അവസാനം. അതായിരിക്കും എറർ. നോക്കാം. വീണ്ടും ബിൽഡ് ചെയ്യാണ്. എററൊന്നുമില്ല. റൺ ചെയ്യാം. എൻ്റർ ദ നമ്പർ കൊടുക്കാൻ പറയുന്നു. എൻ്റർ ദ നമ്പർ ഞാനൊരു 5ന്റെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, റേഞ്ച് 10 വരെ മതി. 5 × 1 5, I2 10, I3 15, I4 20, I5 25. ഓക്കെ, ഇതിനിപ്പോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരണം. അതാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൊടുത്താൽ നമുക്ക് ബാക്ക് സ്ലാഷ് ഒരു എന്ന് കൊടുത്താൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരേണ്ടുള്ളതാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് കീബോർഡിൽ നിന്ന് ആ സ്ലാഷ് അടിക്കുമ്പോൾ വേറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഒരു മിസ്റ്റേക്ക് ആയിട്ടിരിക്കുന്നത്. ജസ്റ്റ് അവിടെ ഒരു സ്ലാഷ് എന്ന് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇപ്പൊ സ്ലാഷ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ സാധനമൊക്കെ കയറി വരുന്നു. സ്ലാഷ് കിട്ടുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ലൈൻ ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞു. ന്യൂ ലൈൻ വേണ്ടി എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ കുറച്ച് മുമ്പത്തെ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് കൊടുത്താൽ നമുക്ക് സൂപ്പറായിട്ട് അത് ലൈൻ ബൈ ലൈൻ ആയിട്ട് കിട്ടും. അപ്പൊ അത് കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പെർസെന്റേജ് അല്ല, ഒരു സ്ലാഷ് എന്ന് കൊടുത്താൽ മാത്രം മതി, നമുക്ക് അവിടെ കിട്ടും. കറക്റ്റ് ആയിട്ട് ന്യൂ ലൈൻ ആയിട്ട് കിട്ടും. അപ്പൊ ഈ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്റെ കീബോർഡിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് അത് ഇട്ട് കാണിക്കാൻ പറ്റാത്തത്. കറക്റ്റ് തന്നെ ഈ മൗസ് പോയിന്റ് ഇരിക്കുന്ന ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൊടുത്താൽ മാത്രം മതി, ന്യൂ ലൈനിൽ പ്രിന്റ് ആയി വന്നോളും. അപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.